ഹേ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സത്യം ശിവം സുന്ദരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ഒരു പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കാം. എല്ലാവരും പരിപ്പ് വട ഉണ്ടാക്കുന്നത് ഒരുപോലെ ആകണമെന്നില്ലല്ലോ. സോ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് പരിപ്പ് വട ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ പരിപ്പ് വെള്ളത്തിലിടുന്നു. പരിപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നമ്മൾ പരിപ്പ് എടുക്കുന്നു. പരിപ്പ് അരച്ചെടുക്കുന്നു. മിക്സിയിലിട്ട് ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറിയ രീതിയിൽ അരയ്ക്കണം. അതിനുശേഷം ഉപ്പിടുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. കുഞ്ഞുള്ളി ഇടാം, കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞിടാം, പച്ചമുളക് ഇടാം, കരിവേപ്പില ഇടാം, ഇഞ്ചി ഇടാം, കുറച്ച് നമ്മുടെ ജീരകം, ഒരു നുള്ള് ജീരകം ഇടാം. അതിനുശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കൈ യൂസ് ചെയ്യുന്നു. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത ശേഷം ചെറിയ ഉരുളകളാക്കി ഒരു വട്ടം ഷേപ്പാക്കി നമ്മൾ എണ്ണയിലേക്ക് പരിപ്പ് വട ഇട്ട് കൊടുക്കുന്നു. 1 മിനിറ്റ് ശേഷം നമ്മൾ എണ്ണയിൽ ആ പരിപ്പ് വട മറിച്ചിടുന്നു. വീണ്ടും 1 മിനിറ്റ് ശേഷം തിരിച്ചിടുന്നു. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ആ പരിപ്പ് വട എണ്ണയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഏകദേശം നമുക്കൊരു ബ്രൗൺ ഷേപ്പിലേക്ക് എത്തുന്നു പരിപ്പ് വട. അപ്പോൾ നമ്മളത് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുന്നു. അധികം എണ്ണയൊന്നും പിടിച്ചിട്ടില്ലെങ്കിലും എന്തേലും എണ്ണ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് ആ ടിഷ്യൂ പേപ്പറിലേക്ക് അബ്സോർബ് ആയിക്കോളും. അങ്ങനെ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡിയാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ, എന്നാലും സംഭവിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടെ, അതായത് പരിപ്പ് വട കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും നമുക്ക് കിട്ടാനായിട്ട് ഒരു ടിപ്പ്. പരിപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ആ വെള്ളം കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 12 മണിക്കൂറിന് ശേഷം പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ പാകത്തിന് അരഞ്ഞു കിട്ടും. ഒരുപാട് അരഞ്ഞു പോവുകയില്ല, ചെറിയ രീതിയിൽ അരഞ്ഞുകയും ചെയ്യും. അതുപോലെ തന്നെ പരിപ്പിൻ്റെ പീസസ് അതിനകത്തുണ്ടാവും. അപ്പോൾ അത് വറുത്തെടുക്കുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റി ആയിരിക്കും, ക്രിസ്പിനെസ് ഉണ്ടാവും. സോ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കും ഇത് എനിക്ക് കിട്ടിയ പോലെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആരും കമൻ്റ് ഇടാൻ മറക്കരുത്. മാത്രമല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു പരിപ്പ് വട ഉണ്ടാക്കുന്നതെന്നൊരു വ്ളോഗ് ചെയ്യാമോ എന്ന്. അവർ ചിലപ്പോൾ ബിഗിനേഴ്സ് ആയിരിക്കാം, അതുകൊണ്ടാവാം അവർ ചോദിച്ചത്. എന്തായാലും അവർക്ക് വേണ്ടി കൂടെ ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പരിപ്പ് വട, അവരുണ്ടാക്കുന്ന പരിപ്പ് വട ഒന്നെങ്കിൽ ചിലപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് ബ്രേക്ക് ആവുന്നു, വെള്ളം കൂടിപ്പോയിട്ട് ബ്രേക്ക് ആവുന്നു, അല്ലെങ്കിൽ കറക്റ്റ് ബ്രൗൺ കളറിൽ കിട്ടുന്നില്ല, ചിലപ്പോൾ കരിഞ്ഞു പോകുന്നു, അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ വരുന്നു. അപ്പോൾ അവരിത് ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. ഞാൻ ഈ പറഞ്ഞ ടിപ്പ് എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ട് പരിപ്പ് വട കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയിൽ തിളച്ച് മറിഞ്ഞ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ പരിപ്പ് വട ഇപ്പോൾ റെഡിയാകും. പിന്നെ നമ്മുടെ സ്വന്തം DQ പറയുന്നത് മഴ ചായ ജോൺസൺ മാഷ് ആഹാ അന്തസ് എന്നാണെങ്കിലും ഇവിടെ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ചായ പരിപ്പ് വട ജോൺസൺ മാഷ് ആഹാ അന്തസ് എന്ന് പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ പരിപ്പ് വടയുടെ കൂടെ സൈഡായിട്ട് പല നാട്ടിലും പലരും പല രീതിയിലാണ് കഴിക്കുന്നത്. ചിലർ പരിപ്പ് വടയുടെ കൂടെ ചമ്മന്തി കൂട്ടാറുണ്ട്, ചിലർ പരിപ്പ് വടയുടെ കൂടെ സോസ് കൂട്ടാറുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പരിപ്പ് വടയും പഴവും ഒരു നല്ല കോമ്പിനേഷനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഗേസ്, നമ്മുടെ പരിപ്പ് വട ഒരു ബ്രൗണിഷ് കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ നമുക്കിപ്പോൾ അറിയാം നല്ലൊരു ബ്രൗണിഷ് ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ഇനിയും നമ്മൾ എണ്ണയിൽ കിടന്ന് തിളയ്ക്കുകയാണെങ്കിൽ അത് നല്ല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എണ്ണയിൽ നിന്നും കോരി നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടേക്കുവാണ്. അങ്ങനെ നമ്മുടെ ഗരം പരിപ്പ് വട ഈസ് റെഡി. എല്ലാവരും പരിപ്പ് വടയുടെ മണം പിടിച്ച് അടുക്കളയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇനി നമ്മൾ ചായയും കൂടെ വെച്ച് ജോൺസൺ മാഷിൻ്റെ അനുരാഗിണി ഇതായൻ കരടിൽ വിരിഞ്ഞ പൂക്കൾ പാട്ടും വെച്ച് പരിപ്പ് വടയും കഴിച്ചിട്ട് വിളക്കൊക്കെ കൊളുത്താറായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു ഗേസ്. വീണ്ടും അടുത്ത വ്ളോഗിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഗേസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.